തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ സ്വന്തം അഭിമാനമായ ഇസ്രോ മറ്റൊരു സവിശേഷമായ ചുവടുവയ്പ്പിലേക്ക് മുന്നോട്ട് പോകുന്നു. സ്പൈഡെക്സ് എന്ന വിക്ഷേപണം അല്പസമയത്തിനകം നടക്കും. സമയം ഇപ്പോൾ 9:58, 2 മിനിറ്റ് മാത്രമാണ് അവശേഷിക്കുന്നത്. ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങൾ കൂട്ടിയോജിപ്പിക്കുന്ന സാങ്കേതികവിദ്യയുടെ പരീക്ഷണമാണ് ഇസ്രോ നടത്താൻ പോകുന്നത്. ഈ വർഷത്തെ അവസാന വിക്ഷേപണത്തിൽ 24 ചെറു പരീക്ഷണങ്ങൾ കൂടി ഇതിനൊപ്പം നടപ്പിലാക്കപ്പെടുന്നുണ്ട്. കെ ബി ശ്രീധരൻ വിവരങ്ങളുമായിട്ടുണ്ട്. ശ്രീധരൻ, 2024 വിട പറയുമ്പോൾ അല്ലെങ്കിൽ 2025 വരവേൽക്കുമ്പോൾ ഒരു വലിയ നേട്ടത്തോടു കൂടി തന്നെ അതിനെ ഇസ്രോയ്ക്ക് സാധ്യമാകുമെന്ന വലിയ പ്രതീക്ഷയോടെ രാജ്യം കാത്തിരിക്കുകയാണ്. അത് വലിയ ജനക്കൂട്ടം തന്നെ ആ ചരിത്ര നിമിഷത്തിന് സാക്ഷികളാവാൻ അവിടെയുണ്ട്. എങ്ങനെയാണ് ഒരുക്കങ്ങൾ? 1 മിനിറ്റ് മാത്രം അവശേഷിക്കുന്നു അല്ലേ? നിമിഷ, ചരിത്ര നിമിഷത്തിലേക്ക് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ഭാരതം വീണ്ടും ബഹിരാകാശത്ത് വെന്നിക്കൊടി പാറിക്കാനുള്ള ശ്രമത്തിലാണ്. ISROയുടെ PSLV-60യുടെ ചിറകിലേറി ഇപ്പോൾ ഇതാ സ്പൈഡെക്സ് എന്നുള്ള പുതിയ സാങ്കേതിക വിദ്യയുടെ വിക്ഷേപണം ഇപ്പോൾ നടക്കും. ഏതായാലും 10 മണി കഴിഞ്ഞ് 15 സെക്കൻഡ് ആകുമ്പോഴാണ് വിക്ഷേപണം നടക്കുക. ഈ വിക്ഷേപണം കൃത്യമായി ബഹിരാകാശത്ത് പേടകങ്ങൾ വിക്ഷേപിച്ച് അതിന് പിന്നാലെ ഇത് കൂട്ടിയോജിപ്പിക്കാനായാൽ റഷ്യയ്ക്കും അമേരിക്കയ്ക്കും ചൈനയ്ക്കും പിന്നാലെ സ്പേസ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യ, അതായത് -30 seconds. ശരി, നമുക്ക് ആ നിമിഷങ്ങളിലേക്ക് പോകാം. ശ്രീധരൻ, 27 സെക്കൻഡ്, 26 സെക്കൻഡ്. സോംനാഥ് അടക്കമുള്ളവർ എല്ലാവരും കാത്തിരിക്കുകയാണ്. -20 seconds. രാജ്യം ഒന്നടങ്കം കാത്തിരിക്കുന്ന നിമിഷം. -15 seconds. 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0.